നെയ്യു എന്തോ ആർ യു എക്സൈറ്റഡ്? എത്രത്തോളം? കുറച്ച്. എന്താ പ്രശ്നം? ഞാൻ ഇതിടും, നിന്റെ മുഖം ഞാൻ ഇടും. ഞങ്ങൾ ഒരു പണി എടുക്കാണ്ട് ഞങ്ങളെ ചൊറന്നോണ്ടിരിക്കുന്ന അച്ചു എന്ന് പറഞ്ഞ ഇടും. സനീഷ് മാമ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി മുഴുവൻ. കാരണം ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ തമിഴിൽ പറഞ്ഞ പോലെ അച്ചാച്ചന്റെ പിറന്നാളായിരുന്നു. ഈ ഒരു പിറന്നാള് എന്താ പറയാ ആഘോഷിക്കാനൊക്കെ കഴിഞ്ഞ ഓണത്തിന് മുന്നേ മാമി നാട്ടിൽ വന്ന ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് അച്ചാച്ചന്റെ പിറന്നാൾ ആഘോഷിച്ച് അടിപൊളിയാക്കണം എന്നുള്ളത്. അച്ചാച്ചൻ ഇങ്ങനെ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയും പിറന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടൈമിലൊക്കെ അച്ചാച്ചനായിരുന്നു മുന്നിൽ നിൽക്കുക. അപ്പൊ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടാക്കി നിൽക്കും, അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം കരുതി അച്ചാച്ചനെ ഒന്നും അറിയിക്കാതെ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാതെ. അപ്പൊ എന്തായാലും അച്ചാച്ചന് അത്യാവശ്യം സർപ്രൈസ് ആയിട്ടുണ്ട്, കൂടെ അമ്മമ്മയും. കാരണം അച്ചാച്ചനും അമ്മമ്മയ്ക്കും രണ്ടുപേർക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു വ്ലോഗായിട്ട് ചെയ്യാന്ന്. അപ്പൊ ഒട്ടും ലൈറ്റ് ആകാതെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു. അച്ചാച്ചനും അമ്മ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആകാൻ പോകുന്നത് ഇവരെ മൂന്നുപേരെയും കണ്ടിട്ടായിരിക്കും. മാമീനെ, അച്ചുവിനെ, നെയ്യുനെ. ഇവര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് നാട്ടിലേക്കുള്ള വരവ് വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളൂ. ഇന്ന് ഈ പ്രാവശ്യം ബർത്ത്ഡേ ആയിട്ട് ഒരു മൂന്നുപേരും കൂടെ വന്നു. ആദ്യമായിട്ടായിരിക്കും അച്ചാച്ചനും അമ്മേന്റെ അടുത്ത് പോകാൻ ഡയറക്റ്റ് ഞങ്ങളെ വീട്ടിലേക്ക് വന്നത്, അത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും കൂടെ ഒരുമിച്ച് അച്ചാച്ചന് വാങ്ങിയ ഗിഫ്റ്റും അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സെറ്റാക്കി. സംഭവം എന്ന് വെച്ചാൽ അച്ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് നമുക്കിതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ടൈം കിട്ടില്ല. കാരണം ഒരു ചെറിയ ടൈമിൽ അച്ചാച്ചനെ അവിടെ നിന്ന് ആൻറ്റീൻ്റെ മോൻ മാറ്റി നിർത്തും. ആ ഒരു ടൈമിൽ വേണം നമുക്ക് ഇതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വീട്ടിൽ നിന്നേ തയ്യാറാക്കിയിട്ടായിരുന്നു അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ എല്ലാം സെറ്റാക്കി പോകാൻ ഇറങ്ങിയപ്പോൾ ഇതാ ഭയങ്കരമായിട്ട് മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നോക്കി, മഴ കുറയുന്നൊന്നുമില്ല. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം വിട്ടു. പിന്നെ ഓൾറെഡി മാമിയും അമ്മയും കൂടെ ചേർന്ന് പായസവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിനുള്ള ഓർഡർ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങളെല്ലാവരും പോയി, തൊട്ടു പിറകെ ഫുഡുമായിട്ട് അച്ഛനും അമ്മയും പോന്നു. അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോയി. അവിടെ ഓൾറെഡി കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ അച്ചാച്ചൻ്റെ അടുത്ത് പോയി. അച്ചാച്ചൻ അവിടെ ഇല്ല എന്നുള്ള കറക്റ്റ് സിഗ്നൽ കിട്ടിയതിന് ശേഷമായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നത്. ഓൾറെഡി അച്ചാച്ചൻ്റെ അനിയൻ്റെ ഫാമിലിയും ആൻറ്റി മക്കളൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന സമയത്ത് അമ്മമ്മ ശരിക്കും ചെട്ടിട്ടോ. അമ്മമ്മ ഒട്ടും പ്രതീക്ഷ ഇത് ഏത് വണ്ടി വരണേ അങ്ങനെ ഒരു രീതിയിലാണ് ഇരുന്നത്. അമ്മമ്മ സംഭവം ഞാനും ഒന്നാണേ കാലം തന്ന വിധിയാണേ ഞാൻ കാത്തിരുന്ന കനിനീ. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ എല്ലാം റെഡിയായി, ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു. അച്ചാച്ചന്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അകത്ത് കയറിയിരുന്നു, ആരും പുറത്തുണ്ടായിരുന്നില്ല. ഞാനും അന്നക്കുട്ടിയും മിതാൻറ്റി മാത്രം പുറത്തിരുന്നു. ശരി, ഞാൻ നാളെ കല്യാണത്തിന് വേണ്ടി വേഗം പോകുന്നു. അമ്മ നാളെ അച്ഛൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു രാവിലെ തന്തോട്. എന്താ അച്ചാ അച്ചാച്ചന് പറ്റായിരുന്ന മുടി കുറച്ചുകൂടെ തിലക ലുക്ക് വരുമായിരുന്നു. ലൈറ്റ്സ് ഓൺ. ഒരു വീർപ്പിലുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നോവേ തേനേ അച്ചാച്ചനൊന്ന് സ്റ്റക്കായിട്ട് മിണ്ടുന്നില്ല. ചാച്ച നമുക്ക് കേക്കൊക്കെ മുറിക്കണ്ടേ?
പിന്നെ കേക്കില്ലാത്ത ചെറുതല്ല, നമുക്ക് വലുത് മുറിക്കും. അങ്ങനെ പറഞ്ഞ പോലെ ഇതാ കേക്കൊക്കെ സെറ്റാണ്. പക്ഷെ ഇതുവരെ അച്ചു വന്നിട്ടുള്ള ഒരു അച്ചാച്ചൻ അറിഞ്ഞിട്ടില്ല. അവൻ എക്സാം ആയതുകൊണ്ട് അവൻ വന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവൻ വന്നില്ല എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് തന്നെയായിരുന്നു അച്ചാച്ചന് നിന്നെ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതാ ക്യാപ്പും ക്യാൻഡിലും ഒക്കെ റെഡിയാക്കിയപ്പോഴാണ് അച്ചു വന്നത്. പരിപാടികൾക്ക് ശേഷം അച്ചാച്ചന് എന്താ ഇങ്ങനെ കൈ നിറയെ ഗിഫ്റ്റ് വന്നുകൊണ്ടേയിരുന്നു. അതിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു ഈ കാണുന്ന ഫ്രെയിം. ഇതിനകത്ത് അച്ചാച്ചനും അമ്മമ്മയും ഞങ്ങളുടെ 3 മക്കളുള്ള ഫാമിലി ഫോട്ടോസും ആയിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് സ്പെഷ്യലാണ്. അച്ചാച്ചനും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട്. അതിനൊക്കെ ശേഷം പിന്നെ കാര്യമായിട്ട് അധികം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കേക്കൊക്കെ മുറിച്ച് തിന്നു എല്ലാവരും. പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു അച്ചാച്ചൻ്റെ ബർത്ത്ഡേ അത് പറഞ്ഞിട്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലി ഫോട്ടോസ് എടുത്തു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം അച്ചാച്ചന് ബാക്കിയുള്ള ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു നോക്കി. അപ്പം ഞങ്ങൾ എല്ലാവരും ചുറ്റിനും ഇരുന്ന് അതിന് ഓരോരോ കമന്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിച്ച അച്ചാച്ചന്റെ ബർത്ത്ഡേ പരിപാടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത് ചെറിയൊരു ചീട്ടുകളി മത്സരത്തോടു കൂടിയായിരുന്നു. അച്ചാച്ചനും ആപ്പനച്ചാച്ചനും ആയിരുന്നു ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയായിരുന്നു അച്ചാച്ചൻ്റെ എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ കാത്തിരുന്ന് കൊടുത്ത ആ ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ. അപ്പൊ ഇതൊക്കെയായിരുന്നു അച്ചാച്ചന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അച്ചാച്ചന്റെ യഥാർത്ഥത്തില് ബർത്ത്ഡേ ഡേറ്റ് വന്നിട്ട് November 15-നാണ്. പക്ഷെ ഞങ്ങൾ ആഘോഷിച്ചത് November 16-നാണ്. കാരണം അച്ചാച്ചൻ ഡയാലിസ് ചെയ്യാറുണ്ട്. അപ്പൊ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഡയാലിസ് ചെയ്യുന്ന ദിവസമാണ്. കറക്റ്റ് ഈ പ്രാവശ്യം ബർത്ത്ഡേ ഡേറ്റ് വന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം ഡയാലിസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാച്ചൻ അത്യാവശ്യം ക്ഷീണമായിരിക്കും. അപ്പൊ ആ ദിവസം കുറച്ച് ഹെക്ടിക് ആക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ സർപ്രൈസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അത്രയുള്ള ഗൈസ്, ബൈ.